شديد البطش والبرهان حافظ الدين والقرآن عليه توكلت وإليه أنيب. സർവ്വതിലുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, പണ്ഡിത സുഹൃത്തുക്കളെ, തെറ്റും ശരിയും തിരിച്ചറിയാനാവാത്ത മലീമസമായ അന്തരീക്ഷത്തിൽ അള്ളാഹുലേക്ക് എത്താനുള്ള ഏറ്റവും സുഗമമായ വഴിയാണ് മുത്തുനബിയോടുള്ള പ്രണയം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അതിപ്രധാനമാണ് മുത്തുനബിയോടുള്ള സ്നേഹം. സ്വർഗത്തിന്റെ പരമോന്നതമായ ഫിർദൗസിൽ റസൂലിനൊപ്പം അഭിരമിക്കണമെങ്കിൽ ആ പ്രണയം കൽബിലോട്ട് ഉറപ്പിച്ചേ തീരൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കൽ ഒരു സഹാബി ഹബീബിന്റെ ഹദറത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, ഖിയാമത്ത് നാളിന് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? സ്വർഗപ്രവേശനം സാധ്യമാകുന്ന വല്ല അമലും നിങ്ങളുടെ പക്കലുണ്ടോ? അപ്പോൾ സഹാബി പറയുകയാണ്, അതേ നബിയെ, അതേ നബിയെ, അതേ നബിയെ, അങ്ങോട്ടും അല്ലാഹുവിനോടുള്ള പ്രണയം എന്റെ കൽബിലുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ അല്ലാഹുവിന്റെ ഫിർദൗസിൽ. മുഹമ്മദ് കെ ജിസ്മത് മേ ഇഫ്ഫത്ത് ന ഹോഗി, കബി ഉസ്കി കിസ്മത് മേ ജന്നത്ത് ന ഹോഗി. മുത്തിനോട് പ്രണയമില്ലാത്ത മുസ്ലിമേ, നിനക്ക് സ്വർഗമില്ല എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹും അവന്റെ മലായികത്തുകളും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലണം എന്നാണ് ഖുർആൻ പറയുന്നത്. സാക്ഷാൽ തോമസിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണേ. എന്റെ 23 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ലോകത്തിന്റെ നേതാവിനെ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ തന്റെ അധ്യാപന ശൈലിയിൽ ജനങ്ങളെ കീഴടക്കിയ മുത്തളി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബിയെ, കളങ്കമില്ലാത്ത ഹൃദയത്തിന്റെ കടലായിരുന്നു. അതുകൊണ്ടായിരുന്നല്ലേ ലോകം മുഴുവൻ നിങ്ങളെ കളങ്കമില്ലാതെ സ്നേഹിച്ചിരുന്നത്. കണ്ണും കാതുമില്ലാത്ത നഗരമേ മദീന, അടിസ്ഥാന ബിന്ദുജേ മദീന. ഓരോ സെക്കൻഡുകളും എത്ര മലായികകളാണ് മുത്തുനബിയുടെ റൗള ലക്ഷ്യം വെച്ച് മദീനയിലേക്ക് ഇറങ്ങുന്നത്. ഹബീബില്ലാത്ത മദീന എനിക്ക് കാണാനുള്ള ശേഷിയില്ലെന്ന് പറഞ്ഞ് നാട് വിട്ട ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു, മുത്ത് ജീവിച്ച മദീനയിൽ ചെരിപ്പിട്ട് നടക്കാൻ പോലും മടിച്ച മുത്ത് ജീവിച്ച മദീനയിൽ ചെരിപ്പിട്ട് നടക്കാൻ പോലും മടിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മദീനയിൽ മലമൂത്ര വിസർജനം പോലും എനിക്കാവില്ലെന്ന് പറഞ്ഞ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളാണ്. കളങ്കമില്ലാത്ത ഹൃദയത്തിന്റെ കടലായിരുന്ന റസൂലിനൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.